ഹായ് ഓൾ. കേരള PSCയുടെ സോയിൽ കൺസർവേഷൻ ഓഫീസർ എന്ന പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഡിസംബർ 1-ാം തീയതി ചേർന്ന PSCയുടെ യോഗത്തിൽ നമുക്കിവിടെ കാണാം സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പിൽ സോയിൽ കൺസർവേഷൻ ഓഫീസർ എന്ന പോസ്റ്റിലോട്ടാണ് നോട്ടിഫിക്കേഷൻ വരാനുള്ള തീരുമാനം ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു പോസ്റ്റിൻ്റെ ചില ഡീറ്റെയിൽസ് ആണ്. അതായത് ഇതിൻ്റെ സിലബസ്, കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള സോയിൽ കൺസർവേഷൻ ഓഫീസറിൻ്റെ എക്സാമിൻ്റെ കട്ട് ഓഫ്, അതുപോലെ എത്ര വേക്കൻസി ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റുഡൻസ് നമ്മളോട് അഗ്രിഗുരുവിൽ വിളിച്ചിട്ട് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ, അതെല്ലാവർക്കും ഉള്ള ചില ചോദ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം സോയിൽ കൺസർവേഷൻ ഓഫീസർ, ഇത് അഗ്രികൾച്ചർ ഓഫീസറിന് സിമിലർ ആയിട്ടുള്ള ഒരു പേ സ്കെയിൽ തന്നെയാണ് ഇതിനുള്ളത്. അഗ്രികൾച്ചർ ഓഫീസർ പോലെ തന്നെ ഇതും ഒരു ഗസറ്റഡ് പോസ്റ്റാണ്. നമുക്ക് പോസ്റ്റിംഗ് കേരളത്തിലുടനീളം തന്നെയാണ് പോസ്റ്റിംഗ് ഉണ്ടാകുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ BSc അഗ്രികൾച്ചർ ആയിരുന്നു നമുക്ക് ലാസ്റ്റ് തവണ വന്നിട്ടുള്ള ക്വാളിഫിക്കേഷൻ. കഴിഞ്ഞ സോയിൽ കൺസർവേഷൻ ഓഫീസർ 2019 വിളിച്ചിട്ടുള്ളത് BSc അഗ്രികൾച്ചർ എന്ന ക്വാളിഫിക്കേഷനാണ്. ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ PSC എക്സാമുകളിൽ കാണുന്ന പോലെ തന്നെ 20-നും 36-നും ഇടയിൽ, പിന്നെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷനും ഉണ്ടാവും. അടുത്തതായി നമുക്ക് 2019 വിളിച്ചിട്ടുള്ള സോയിൽ കൺസർവേഷൻ ഓഫീസറിൻ്റെ ടൈം ലൈൻ ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 307/2019 എന്ന കാറ്റഗറി നമ്പറിൽ വന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ 2019 വന്ന് അതിൻ്റെ എക്സാം നടക്കുന്നത് 2021. അപ്പോൾ ഏകദേശം ഒരു വർഷത്തിലധികം സമയം നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടൈം നമുക്ക് ഇനിയുള്ള PSC എക്സാമുകളിൽ കിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന നമ്മുടെ BSc അഗ്രിയുടെ എല്ലാ എക്സാംസും നോക്കിയാൽ അറിയാം, 6 മാസം മുതൽ 8 മാസത്തിന് ഉള്ളിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ അഗ്രികൾച്ചർ ഓഫീസർ, ഫാം അസിസ്റ്റൻറ്റ്, അഗ്രി അസിസ്റ്റൻറ്റ് പോലുള്ള ഒരുപാട് എക്സാംസ് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാം. ഇനി നോക്കാനുള്ള കാര്യം അന്നത്തെ കട്ട് ഓഫാണ്. 67 മാർക്കാണ് അന്ന് കട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നത്. അതിനർത്ഥം ക്വസ്റ്റ്യൻ പേപ്പർ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു എന്നതാണ്. നമുക്ക് നോക്കിയാൽ കാണാം 2022 നടന്ന അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ കട്ട് ഓഫ് ഏകദേശം 25-26 മാർക്കായിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. അതിനർത്ഥം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത് ഡിഫിക്കൽട്ടായിരുന്നു. എഴുതിയ എല്ലാവർക്കും തന്നെ അറിയാം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നത് കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ടുള്ളതും അതുപോലെ POP ബേസ്ഡ് ആയിട്ടുമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ ഇനിയുള്ള എക്സാമുകളിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഈസിയുള്ള എക്സാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിക്കരുത്. അന്നത്തെ റാങ്ക് ലിസ്റ്റിൽ 47 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 10 വേക്കൻസീസാണ് അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വരാൻ പോകുന്ന, അതായത് ഡിസംബർ 1-ാം തീയതി PSC ചേർന്ന യോഗത്തിൽ തീരുമാനമായിരിക്കുന്ന സോയിൽ കൺസർവേഷൻ ഓഫീസറിൻ്റെ ഒരു ടൈം ലൈൻ നമുക്ക് നോക്കാം. 1-ാം തീയതി ചേർന്ന യോഗത്തിൽ തീരുമാനമായ സ്ഥിതിക്ക് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ വന്ന് 6 മാസത്തിൽ തന്നെ നമുക്ക് എക്സാമും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് വേക്കൻസി എന്ന് പറയുന്നത് 10 മുതൽ 15 വരെയാണ്. ആൻറ്റിസിപ്പേറ്റഡ് ആണ്. നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വേക്കൻസിയുടെ ഡാറ്റ പറയാൻ പറ്റുള്ളൂ. അടുത്തതായി നമുക്കിതിൻ്റെ ജോബ് റോൾ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം സോയിൽ വാട്ടർ കൺസർവേഷൻ, ഇതാണ് ഇതിൻ്റെ മെയിൻ ജോബ് റോൾ. ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുക, ഈ പ്ലാനുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ലോക്കൽ ബോഡീസിനും ഫാമേഴ്സിനും വേണ്ട സോയിൽ വാട്ടർ കൺസർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടൻസി സർവീസുകൾ കൊടുക്കുക, പിന്നെ അതുപോലെ ട്രെയിനിങ്സ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ജോബ് റോൾ. അടുത്തതായി നമുക്ക് എക്സാമിൻ്റെ പാറ്റേൺ നോക്കാം. എക്സാമിൻ്റെ പാറ്റേൺ നോക്കിയാൽ നമുക്കറിയാം അഗ്രികൾച്ചർ ഓഫീസറോ മറ്റ് എക്സാമുകൾ പോലെ തന്നെ ഇതിനും 1.5 മണിക്കൂറാണ് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓരോ ശരിയുത്തരത്തിനും നമുക്ക് 1 മാർക്ക് വീതം ലഭിക്കുകയും തെറ്റുത്തരത്തിന് 1/3 മാർക്ക് നഷ്ടമാവുകയും ചെയ്യും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസാണ്. ഏത് സിലബസ് വെച്ച് വേണം നമ്മൾ ഈ വരാൻ പോകുന്ന എക്സാമിന് പഠിച്ചു തുടങ്ങേണ്ടത് എന്നതാണ് അടുത്ത ചോദ്യം. നമുക്ക് നോക്കിയാൽ കാണാം 2021 നടന്ന സോയിൽ കൺസർവേഷൻ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സിലബസാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം, ഇതിൽ സോയിൽ എന്ന ടോപ്പിക്ക് കൊടുത്തിട്ടില്ല. സോയിൽ സയൻസ് എന്ന ടോപ്പിക്ക് ഇല്ലാതെ സോയിൽ കൺസർവേഷൻ ഓഫീസർ എക്സാം നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് കാണാം ഒരൊറ്റ ചോദ്യമാണ് സോയിൽ സയൻസ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിലബസേ അല്ല. ഇനി കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഏതാണെന്ന് നോക്കിയാൽ 2023 വന്നിരിക്കുന്ന സോയിൽ സർവേ ഓഫീസർ എന്ന ഒരു എക്സാമിൻ്റെ പാറ്റേൺ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം സോയിൽ കൺസർവേഷൻ എന്ന പേരിൽ 20 മാർക്കിന് ഒരു മൊഡ്യൂൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസറിലും മുന്നേ നടന്ന സോയിൽ കൺസർവേഷൻ ഓഫീസറിലും ഒന്നും ചോദിക്കാത്ത ടോപ്പിക്കുകളായ നാനോ ടെക്നോളജി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പോർഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്.
അപ്പോൾ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും റെഫർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സിലബസ് തന്നെയാണ്. ഇതിൻ്റെ സിലബസ് വരുന്നത് വരെ നമുക്ക് ഇത് വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റുഡൻസിൻ്റെ ചില ഡൗട്ടുകളാണ്. അഗ്രിഗുരുവിൽ വിളിച്ചിട്ട് പല സ്റ്റുഡൻസും ചോദിക്കാറുള്ള ചില ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. കുട്ടികൾ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഏതാണെന്ന് പറഞ്ഞു. ഈ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 5 മോഡ്യൂളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് മുന്നേ പറഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് 6 മാസത്തെ കാലയളവാണ് ഉണ്ടാവുക എന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു 5 മോഡ്യൂൾ പഠിക്കാൻ നിങ്ങൾ 5 മാസം എടുക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. ഓരോ മോഡ്യൂളും ഓരോ മാസം എന്ന രീതിയിൽ വെച്ച് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് മെറ്റീരിയൽ എടുത്ത് പഠിച്ചു കഴിഞ്ഞാലും സ്വന്തം കൈയക്ഷരത്തിൽ നിങ്ങളുടെ സ്വന്തം നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാം. അഗ്രിഗുരുവിൻ്റെ നമ്മുടെ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിന് ആരെടുത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അവരെല്ലാവരും തന്നെ സ്വന്തം നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു റിവിഷൻസ് നടത്തിയിരുന്നത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി നോട്ട് പ്രിപ്പയർ ചെയ്ത് ഈ പറഞ്ഞ 5 മാസത്തിനുള്ളിൽ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയി കവർ ചെയ്ത് അടുത്ത സമയം, ബാക്കിയുള്ള സമയം അത് നമ്മൾ റിവിഷന് വേണ്ടി മാത്രം, റിവിഷനും ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാനും വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുക. ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റാങ്ക് തന്നെ ഇതിൽ നേടാൻ പറ്റും. അടുത്തൊരു ചോദ്യം കണ്ടിട്ടുള്ളത്, വേക്കൻസീസ് വളരെ കുറവല്ലേ, ഞാൻ പഠിക്കണോ, ഇതിന് പഠിച്ചു കഴിഞ്ഞാൽ സമയം വേസ്റ്റ് ആവില്ലേ എന്നുള്ള ചോദ്യങ്ങൾ പലരും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓർക്കേണ്ട കാര്യം, വേക്കൻസി 5, 10, 100 എന്നുള്ളതല്ല. ഒരിക്കലും നമുക്ക് വലിയൊരു വേക്കൻസി വരുന്ന എക്സാമിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല. നമ്മൾ 5, 10, 100 ആയിക്കോട്ടെ, ഏതൊരു എക്സാമും അത് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇതൊരു ഗവൺമെൻറ് എക്സാമാണ്, അത് നിങ്ങൾ മനസ്സിലോർക്കുക. സോയിൽ കൺസർവേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഗസറ്റഡ് പോസ്റ്റ്, അത് നിങ്ങൾ മനസ്സിലോർക്കുക. ഈ ഒരു എക്സാം ഇതിനിപ്പോൾ 10 വേക്കൻസി ആയിക്കോട്ടെ അല്ലെ 100 വേക്കൻസി ആയിക്കോട്ടെ, നിങ്ങളിത് ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഈ ഒരു വർഷം നമുക്ക് എന്തായാലും എക്സാം ക്രാക്ക് ചെയ്യണം എന്നൊരു മെൻറ്റാലിറ്റിയിൽ തന്നെ എക്സാം പഠിച്ച് മുന്നോട്ട് പോവുക. സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ സാലറിയുടെ സ്പ്ലിറ്റപ്പ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഒരിക്കലും ബോധേടാവേണ്ട കാര്യമല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ ഒരു പാക്കേജ് തന്നെയാണ് ഇതിന് കൊടുക്കുന്നത്. അതൊരു വളരെ നല്ലൊരു പാക്കേജ് തന്നെയാണ് നമുക്കിതിൽ കിട്ടാനും പോകുന്നത്. അതിനെപ്പറ്റിയൊന്നും ഓർത്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് മനസ്സിലുണ്ടാവേണ്ട കാര്യം, ഗവൺമെൻറ് ജോലിയാണ്, നിങ്ങളുടെ ലൈഫ് സെറ്റാവും, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നൊരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഇതിന് ക്വാളിഫൈഡ് ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 19 വന്ന നോട്ടിഫിക്കേഷനകത്ത് ബിടെക് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി വരാൻ പോകുന്നതിലുണ്ടാകുമോ എന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ അത് ഉറപ്പിച്ച് പറയാനും പറ്റത്തുള്ളൂ. നിലവിലത്തെ സ്ഥിതിയിൽ BSc അഗ്രികൾച്ചറുകാർക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് സോയിൽ കൺസർവേഷൻ ഓഫീസറിൻ്റെ ജോബ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു എക്സാമിന് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ളതിന് ഉത്തരമായിട്ട് അഗ്രിഗുരു ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, സോയിൽ കൺസർവേഷൻ ഓഫീസറിൻ്റെ ഡെഡിക്കേറ്റഡ് ബാച്ച്. ഇതിനകത്ത് നിങ്ങൾക്ക് 170 അവേഴ്സിൻ്റെ റെക്കോർഡഡ് സെഷൻസ് ഓൾറെഡി നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ കാണാം. ഇതൊരു ലൈവ് ആൻഡ് റെക്കോർഡഡ് ബാച്ചാണ്. നമുക്ക് ലൈവായിട്ട് വരാൻ പോകുന്നത് 45-ലധികം അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ആണ്. എന്താണ് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കിപ്പോൾ കഴിഞ്ഞ എക്സാംസ് എഴുതിയ ഓരോരുത്തർക്കും മനസ്സിലാവും. അത് BSc അഗ്രികൾച്ചറുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണെങ്കിലും BSc അഗ്രി പഠിച്ച ഒരാളെ കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണോ ഇത് എന്ന് തോന്നിക്കുന്ന പല ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് സെഷൻ വൈസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും ഈ പറഞ്ഞ 45 ലൈവ് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ. കൂടാതെ 10 മോക്ക് ടെസ്റ്റുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരും സമയം വേസ്റ്റ് ചെയ്യാതെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. താങ്ക് യു.